നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ ഡയറി വിപ്ലവത്തിന്റെ പിതാവ് എന്ന പ്രശസ്തനായ ഡോക്ടർ വർഗീസ് കുര്യനെ കുറിച്ചാണ്. ഒരു രാജ്യത്തെ പാൽ കുറവിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമായി മാറ്റിയ മഹത്തായ വ്യക്തി. 1921 കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ് കുര്യൻ ജനിച്ചത്. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു നിർണായക തീരുമാനമാണ് അദ്ദേഹം എടുക്കുന്നത്. ആനന്ദ് എന്ന ചെറിയ ഗ്രാമത്തിലെ ഒരു സർക്കാർ പാൽ പ്രൊജക്റ്റിൽ ജോലിയിൽ പ്രവേശിക്കുക. ആർക്കും വിലക്കില്ലാത്ത സാധാരണ കർഷകരുടെ വിയർത്തൊഴുക്കുകളെ മാനിച്ച് ന്യായമായ വില നൽകുന്ന ഒരു സമ്പ്രദായമാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. അതാണ് പിന്നീട് ആനന്ദ് പാറ്റേൺ എന്നറിയപ്പെടുന്ന സഹകരണ മാതൃക. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പ്രശസ്തമായ അമൂൽ ജനിച്ചത്. അമൂലിന്റെ വിജയത്തോടെ ഇന്ത്യയിൽ പാൽ ശേഖരണം, പ്രോസസ്സിംഗ്, വിപണനം എന്നിവയ്ക്ക് ഒരു വിപ്ലവം സംഭവിച്ചു. ഇതാണ് ഓപ്പറേഷൻ ഫ്ലഡ്, ലോകത്തിലെ ഏറ്റവും വലിയ ഡയറി വികസന പദ്ധതി. കർഷകർക്ക് സ്ഥിര വരുമാനം, മികച്ച സാങ്കേതിക വിദ്യ, ആധുനിക വൈജ്ഞാനിക രീതികൾ ഇവയെല്ലാം ലഭ്യമാക്കി ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തിയത് കുര്യനായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച NDDB, IRMA, GCMMF എന്നീ സ്ഥാപനങ്ങളിലൂടെ ഇന്നും ഡോക്ടർ കുര്യന്റെ ദർശനം ഇന്ത്യയുടെ ഡയറി മേഖലയെ നയിക്കുന്നു. ഒരു മനുഷ്യന്റെ ദൂരദർശിത്വം, കഠിന പ്രയത്നം, ജനങ്ങളോടുള്ള സ്നേഹം ഇതൊക്കെ ചേർന്നാണ് ഇന്ത്യയുടെ വൈറ്റ് റവല്യൂഷൻ നടന്നത്. രാജ്യത്തിന്റെ ഓരോ ഗ്രാമത്തിലും ഓരോ പാൽ കർഷകനിലും അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ ഇന്നും അതേ ദൃഢതയോടെ നിലകൊള്ളുന്നു. ഇതാണ് ഡോക്ടർ വർഗീസ് കുര്യന്റെ കഥ. ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ ഒരു രാജ്യത്തിന്റെ ഭാവി മാറ്റാൻ സാധിക്കും എന്നതിന് തെളിവ്.